വേടനും ഈ വിനായകനും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ട്. കാരണം രണ്ടുപേരും അത്യാവശ്യം നല്ല കലാകാരന്മാരാണ്, അവരുടെ കലയിൽ ചോദ്യങ്ങളില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പ്രവൃത്തി മറ്റൊന്ന്, അവരുടെ കഴിവ് മറ്റൊരു രീതിക്കും. വിനായകൻ ആദ്യഘട്ടത്തിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദമാകുമ്പോഴും ഇയാളെ അനുകൂലിക്കാൻ കുറേ ആളുകളുണ്ട്. വിനായകൻ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അയാൾ വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കലാകാരനാണ്, അപ്പോൾ അയാൾക്കും പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആ ഒരു കാലം മുതലേ ഉണ്ട്. എന്നാൽ ഇന്ന് വിനായകനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അയാൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ദിവസേന എന്നോണം ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ ഒരുപക്ഷെ മദ്യപിച്ച് ലക്ക് കെട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന വിനായകനെ പലവട്ടം മലയാളികൾ കണ്ടതാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മമത മാറി ഇയാളോടൊരു വിരോധം, ഇയാളുടെ കഴിവ് കണ്ട് കൂടെ കൂടിയ ആരാധകർക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇയാളുടെ ഒരു പെരുമാറ്റം താഴ്ന്നു പോകുന്നു. അങ്ങനെ തന്നെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി, തൃശ്ശൂരിലെ ഒരു സ്വപ്നഭൂമി എന്ന് പറയുന്ന ഒരു പിന്നോക്ക ഉന്നതിയിൽ നിന്നാണ് അയാൾ സ്വന്തം കഴിവ് കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതിനിടെയാണ് ഈ പല കേസ്